എക്കണോമിക്സിലൊരു ചോദ്യമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സെബി റെഗുലേറ്റ്സ് ദ നോംസ് റിഗാർഡിംഗ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണെന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി. സെബി ലെൻസ് മണി ടു ദ സെൻട്രൽ ഗവൺമെൻറ് ത്രൂ പ്രൊവിഷൻസ് ഓഫ് സെബി ആക്ട് 1992. 1992 സെബി ആക്ട് വഴിയാണ് സെബി സെൻട്രൽ ഗവൺമെൻറ്റിന് പണം വായ്പയായി നൽകുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ്, സെബി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. സെബി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എത്രമാത്രം നന്നായിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലിത് ശരി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. സെബി റെഗുലേറ്റ്സ് ദ നോംസ് റിഗാർഡിംഗ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്കറിയാം NSE, BSE ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇഷ്യൂ ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നടക്കുന്നത്. ട്രേഡിംഗ് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? NSE, BSEയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലെ ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ? ഇപ്പോൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റി, ഈ പറയുന്ന നമ്മുടെ ഷെയർസ്, അതിനൊക്കെയാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുക. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സെബീൻ്റെ നേരിട്ട്, സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താണ്? നേരിട്ട് ഈ പറയുന്ന NSE, BSE പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന നോംസ് ഡീൽ ചെയ്യുന്ന ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. സോ സെബി റെഗുലേറ്റ്സ് ദ നോംസ് റിഗാർഡിംഗ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ശരിയല്ലേ? അത് ശരിയാണ്. രണ്ടാമത്തെ, സെബി ലെൻസ് മണി ടു ദ സെൻട്രൽ ഗവൺമെൻറ് ത്രൂ പ്രൊവിഷൻ ഓഫ് സെബി ആക്ട് 1992, 1992. ഇത് തന്നെയാണോ സെബീൻ്റെ ആക്ട്? സെബി ആക്ട് 1992 തന്നെയാണോ? കാരണം ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ സെബി വന്നിരിക്കുന്ന 1988. അപ്പോൾ പിന്നെ ആക്ട് എങ്ങനെ 1992 വരും? ഇത് ശരിയാണ്. കാരണം 1992 തന്നെയാണ് ആക്ട്. പക്ഷേ സെബി ലെൻസ് മണി ടു ദ സെൻട്രൽ ഗവൺമെൻറ് ത്രൂ പ്രൊവിഷൻസ് ഓഫ് ദ സെബി ആക്ട് എന്ന് പറഞ്ഞാൽ, സെബി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ പണം വായ്പയായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. കാരണം അത് ആരുടെ ഫംഗ്ഷനാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ പ്രൈം ഫങ്ഷൻസിൽ ഒന്നാണ്. എന്താണ്? RBI ഈസ് ദി ബാങ്കർ ടു ദി ഗവൺമെൻറ്. എന്താണ്? ബാങ്കർ ടു ദി ഗവൺമെൻറ്. അപ്പോൾ ഇത് ആരുടെ ഫംഗ്ഷനാണ്? RBIൻ്റെ ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? രണ്ടും ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ വളരെ കീനായിട്ട് അതിൻ്റെ ഡിഫറൻസസ് നോക്കണം. മൂന്നാമത്തെ, സെബി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. സെബി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് പറയുന്നു. ശരിയാണോ? അല്ല. കാരണം എന്താണ്? സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. സെബി എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെബി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയിലെ ഏതെങ്കിലും പ്രൊവിഷനിൽ നിന്ന് ഉൾക്കൊണ്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഉടലെടുത്ത ഒരു ഓർഗനൈസേഷനാണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് ഫ്രം ദി ആക്ട് ബൈ ദ പാർലമെൻറ്റ്, ദാറ്റ് ഈസ് ദ സെബി ആക്ട് 1992. 1988 വന്നപ്പം അതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ ബാക്കിംഗ് വന്നത് 1992 സെബി ആക്ട് പാസ്സാക്കിയപ്പോഴാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ റെഗുലേറ്ററാണ്. സെബി ഡസ് നോട്ട് ലെൻഡ് മണി, ഇറ്റ് ഇസ് ദ RBI ഹൂ ലെൻഡ്സ് മണി ടു ദ ബാങ്ക്സ് ആസ് വെൽ ആസ് ദ സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ സെബി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ബിക്കോസ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ദി ആക്ട്, സെബി ആക്ട് 1992. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നത്. കൂടുതൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് വായിക്കുമ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സമയമില്ല. ഇന്ന സമയം മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുള്ളൂ. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറേ കൂടി ഇമ്പ്രൂവ് ആവുന്നത്.